ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ 7 വ്യാഴാഴ്ച. നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യവും 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലും. 21-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. നമുക്ക് 2 തരം വിശ്വാസികളെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന 2 വിധം ആൾക്കാരെ കാണാൻ സാധിക്കും. ഒന്ന്, ദൈവരാജ്യത്തെയും ദൈവരാജ്യ മൂല്യങ്ങളെയും ഉൾക്കൊള്ളാതെ പ്രവർത്തിക്കുന്നവർ. അവർ ധാരാളം ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ഉൾക്കൊണ്ടിട്ടില്ല, എല്ലാം ഭാഗ്യമായിട്ട് മാത്രം. രണ്ടാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുന്നവരാണ്. അങ്ങനെ വിശ്വാസത്തെ ജീവിതത്തിൽ പ്രകാശിക്കുന്ന, വിശ്വാസത്തിൽ ജീവിക്കുന്ന, ക്രിസ്തുവിനെ ഉൾക്കൊണ്ട് ക്രിസ്തുവിൽ അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, അവരുടെ ഹൃദയത്തിൽ സ്നേഹവും വിശ്വസ്തതയും നിറഞ്ഞു നിൽക്കും. അങ്ങനെ സ്നേഹവും വിശ്വസ്തയും ഹൃദയത്തിൽ നിറയുമ്പോൾ അവിടെ കരങ്ങളിൽ കരുണയും പ്രവൃത്തിയും ഉണ്ടാകും. ഈ കരുണയോടുകൂടിയുള്ള പ്രവൃത്തി, ഇതാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു, പരദേശിയായിരുന്നു, രോഗിയായിരുന്നു, കാരാഗൃഹത്തിലായിരുന്നു. നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നോ, കുടിക്കുവാൻ തന്നോ, വസ്ത്രം നൽകിയോ, അഭയം നൽകിയോ, എന്നെ സന്ദർശിച്ചോ? ഇതാണ് നമ്മോടും ചോദിക്കാൻ പോകുന്ന ചോദ്യം. സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുന്നെങ്കിൽ, ഇതെല്ലാം ചെയ്തുവെങ്കിൽ, എൻ്റെ സഹോദരൻ ഒരുവൻ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാ ചെയ്തു തന്നത് എങ്കിൽ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന വ്യക്തിയായിട്ട് മാറും. ലൂക്കയുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നല്ല സമരക്കാരൻ്റെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഉപമയില് ലേവ്യനും പുരോഹിതനും അവര് ദേവാലയ ശുശ്രൂഷയ്ക്ക് പോകുന്നവരാ, ദൈവരാജ്യത്തിന്റെ പ്രവർത്തകരാ, പക്ഷേ ഉൾക്കൊണ്ടിട്ടില്ല ദൈവരാജ്യ മൂല്യങ്ങൾ. അതുകൊണ്ട് ആ വ്യക്തിയെ സഹായിക്കാൻ തയ്യാറായില്ല. മറിച്ച് വിജാതീയനായിട്ടുള്ള ഒരു വ്യക്തിയാ അയാളെ സഹായിക്കാൻ തയ്യാറായത്. അയാൾ യഥാർത്ഥ അയൽക്കാരനായിട്ട് മാറുകയും ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ: ആരെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നു പറയുകയും സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളാ പറയുന്നത്. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കില്ല. അപ്പോൾ ദൈവസ്നേഹം കൊണ്ട് ഹൃദയം ജ്വലിക്കണം, ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയണം, ആ തിരുഹിതമനുസരിച്ച് ജീവിക്കണം. അത് മനുഷ്യ സ്നേഹത്തിൽ പ്രകടമാക്കുവാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ പാറമേൽ പണിത ഭവനം പോലെയാകും, ഇല്ലെങ്കിൽ മണൽപ്പുറത്ത് പണിത ഭവനം പോലെയാകും. താൽക്കാലികമായിട്ട് നിൽക്കും, ആത്യന്തികമായിട്ട് നിൽക്കില്ല. മറിച്ച് എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നമുക്ക് അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നത് ദൈവത്തോട് കൂടെ നിൽക്കുന്നവർക്കാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർക്കാണ്. അങ്ങനെ ഈ നോമ്പുകാലം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ദിനങ്ങളായിട്ട് മാറട്ടെ. അങ്ങനെ ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കാം. അതിനായിട്ട് ഉണ്ണീശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.